നമസ്കാരം, മഞ്ഞപ്ര വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ടിറ്റോ കോലഞ്ചേരി. ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്രയുടെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ മുതിർന്നവരുടെ കൂട്ടായ്മയായ സ്നേഹസംഗമം മുതിർന്നവർക്കൊപ്പം ഒരു ദിനം പരിപാടിയുടെ 8ാം പതിപ്പും ഓണാഘോഷവും സംയുക്തമായി സംഘടിപ്പിച്ചു. വാർത്ത കാണാം. തിരുവോണപ്പൂലരിയിൽ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുവോണപ്പൂലരിയിൽ തിരുമുൽ കാഴ്ച കാണാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. പ്രത്യേകിച്ച് മലയാളികൾക്ക് ഓണം വളരെ പ്രധാനപ്പെട്ടതും ഉത്സവമാണ്. അത് ദേശീയോത്സവമായി തന്നെ ആചരിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. എങ്കിലും മലയാളികളുള്ളിടത്തെല്ലാം ഓണം അതിഗംഭീരമായിട്ട് ആഘോഷിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന DSM അംഗങ്ങളും മുതിർന്നവർക്കുള്ള എല്ലാ അംഗങ്ങൾക്കും മറ്റ് കുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി നന്ദി നന്ദി. ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും. പിന്നെ ഓണത്തിന്റെ ഓർമ്മകൾ, നമ്മളിന്ന് ഓണാഘോഷിക്കുമ്പോൾ ഓണത്തിന്റെ ഓർമ്മകൾ ചെറുപ്പകാലത്തുള്ളത്, നമ്മള് അന്ന് പൂക്കളമായിട്ടല്ല അന്നിടുന്നത് ഒരു തറയുണ്ടാക്കും. അത് മണ്ണുകൊണ്ട് തറയുണ്ടാക്കി അത് ചാണകം കൊണ്ട് മെഴുകി അതിന് മേലെയാണ് പിന്നെ പൂ വയ്ക്കുന്നത്. അതാണ് എന്റെ അന്നത്തെ ഈ പൂക്കളം അല്ലെങ്കിൽ പൂത്തറയെ കുറിച്ചുള്ള ഓർമ്മ. മഹാബലി നാട് ഭരിച്ചപ്പോ സർവ്വ മനുഷ്യർക്കും സകലജനം തുല്യമായ അളവോടുകൂടി സർവ്വ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് തന്റെ പ്രജകൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നാട് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയായിരുന്നു. അത് കണ്ട് അസൂയാലുക്കളായ അസുരന്മാര് മഹാബലിയെ വധിക്കാനും അല്ലെങ്കിൽ തീർത്തു കളയാനും വേണ്ടിയിട്ട് അസുര രാജാവായ ഭഗവാൻ ചെന്ന് കാണുകയും ഭഗവാനോട് സങ്കടം പറയും. ഈ രീതിയിൽ തുടർന്നു പോയി കഴിഞ്ഞാൽ മഹാബലി നാട് ഭരിക്കുകയും നമ്മൾക്ക് നിലനിൽപ്പില്ലാതെ വരികയും ചെയ്യും. അതുകൊണ്ട് മഹാബലിയുടെ അവസാനം കാണേണ്ടത് ആവശ്യമാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഭഗവാനെ പ്രചോദിപ്പിച്ച് ഭഗവാൻ വാമന രൂപത്തിൽ വന്ന് മണ്ണാവശ്യപ്പെടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഭഗവാൻ ഈ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതും. മഹാബലിയുടെ ആഗ്രഹപ്രകാരം കൊല്ലത്തിൽ ഒരു ദിവസമെങ്കിലും ഈ നാട് കാണാനും എന്റെ പ്രജകളെ കാണാനുമുള്ള അവസരം ചോദിച്ചു വാങ്ങി അന്നാണ് നമ്മൾ തിരുവോണമായിട്ട് ആഘോഷിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സത്യവും നീതിയും എല്ലാ മനുഷ്യരും ഒരുപോലെ കണ്ട സത്യസന്ധനായ ഈ രാജാവിനെ ആരാ ചവിട്ടി താഴ്ത്തിയ മഹാവിഷ്ണു ഒരു വൃത്തികെട്ട രൂപം ധരിച്ച് നമ്മുടെ അസുര ചക്രവർത്തിയായ മഹാമാന്യനായ എല്ലാവരെയും ഒരുപോലെ കണ്ട കള്ളവും ചതിവും ഇല്ലാത്ത ഒരു രാജ്യത്തെന്ന് പൂത്തറിയപ്പെട്ടു. നിങ്ങളും ശ്രദ്ധിക്കുക, ഒരുപാട് വാമനന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. എപ്പോഴാ ചവിട്ടി താഴ്ന്നതെന്ന് അറിയില്ല, കരുതിയില്ല. പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലാവരും കൂടി കുട്ടികളും പൂക്കളിടുകയും ഭക്ഷണ സാധനങ്ങൾ മുതിർന്നവർ അമ്മമാരും അത് ആസ്വദിച്ച് കഴിക്കുകയും പായസം, നെയ്യപ്പം, പപ്പടം അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ കൊണ്ടുവരും ഓണത്തിന്റെ ദിവസം. എന്റെ ചെറുപ്പത്തില് ഹിന്ദുസിന്റെ ഒരു ശേരിമാരുടെ ഒരു ഏരിയയിലായിരുന്നു എന്റെ തറവാട്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് വിളിക്കും. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് പല വീട്ടുകാരും നെയ്യപ്പം, അവർ സ്വന്തം വീട്ടിലുണ്ടാക്കിയ നെയ്യപ്പം, പായസം, അങ്ങനെ പപ്പടം വറുത്തത് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് തരും. അതാണ് എന്റെ ഏറ്റവും നല്ല ഓർമ്മ. എൻ്റെ ഓർമ്മയില് പഴയ കാലത്ത് ഒരു ചക്രം കൊണ്ടുപോയി ഒരു കൊട്ട പച്ചക്കറി എല്ലാ കാര്യവും. ഇന്ന് 10,000 രൂപ കൊണ്ടുപോയി 4 പൊടിയുണ്ട്.
അതുകൊണ്ട് എന്ത് കാര്യം നടന്നു ഒരു വീട്ടുപണിക്ക് നടന്നാൽ പണ്ട് കാലത്ത് ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടും. അത് കാരണം നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ എന്ത് പൈസ കൊണ്ടുപോയാലും നമുക്ക് ഒരു സാധനം 2 കൊല്ലി 3 കൊല്ലി കിട്ടാനും. ഞങ്ങളുടെ വീട്ടിൽ പശുക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പൊ തലേദിവസം ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും അമ്മയെല്ലാവരും കൂടി പശുക്കൾക്ക് പയറിൻ്റെ ഇല പുല്ല് എല്ലാം പറിച്ചു കൊണ്ടുവന്ന് തലേദിവസം എല്ലാം വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം പശുക്കളെല്ലാം കുളിപ്പിച്ച് അതുപോലെ ഞങ്ങളും എണ്ണ തേച്ച് കുളിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയ ഡ്രസ്സ് ഉണ്ടാവും. ഓണക്കോടി എന്ന് പറഞ്ഞത് ആദ്യം എൻ്റെ അമ്മ പശുക്കൾക്ക് ആണ് പുല്ല് കൊടുക്കണത്. അത് തേങ്ങ ഒടിച്ച് ആ തേങ്ങ വെള്ളം ആ പശുക്കളുടെ പുല്ലിൽ ഒഴിച്ച് 2-3 തേങ്ങാക്കൊത്തുമൊക്കെ ഇട്ട് പശുക്കൾക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങൾ കുളിച്ച് നല്ല പുതിയ ഡ്രസ്സ്, ഒരു ചെറിയ പെറ്റിക്കോട്ടാണെങ്കിലും പുതിയതായിരിക്കും, അത് എടുത്തിട്ടാണ് ഞങ്ങൾ ഓണസദ്യ ഉണ്ണുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ പണ്ട് ഓണം അന്നൊരു ദിവസമാണ് കൊച്ചങ്ങൾക്കും ആളുകൾക്കും ഒക്കെ നല്ല സദ്യ ഉണ്ടാക്കി കൊടുക്കണം. ഇവരെ പറയാനുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് ശരിക്കും പപ്പടം പഴം പായസം ഉണ്ടാക്കുന്നത് ഓണത്തിന് മാത്രമാണ്. അതേപോലെ ഓണക്കോടിയും അതൊരു പുതുമണി. ഇന്നൊക്കെ എന്താണ് ഡ്രസ്സ് പുതുമയൊന്നുമല്ല, പുതിയ ഡ്രസ്സ്. അന്ന് ഓണത്തിന് പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് സദ്യയുടെ മുമ്പിലിരുന്ന് പപ്പടം പഴം പായസം കഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവരനും കള്ളപ്പറയും ചെറുനാടിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം പോലെ ആമോദത്തോടെ വസിക്കും കാലം ആവർത്തങ്ങാറില്ലതായും മാവേലി നാടുവാണിടും കാലം എല്ലാവരും കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കാം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. നമ്മുടെ കുഞ്ഞുമക്കളാണ്. കൈയ്യടി കൊടുക്കാം.
പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി കാവിനുള്ളിൽ വിളക്കുകൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാത്തിയില്ലേ കോടിയുടുത്തിയിലേ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി മിന്നി മിനുങ്ങണ നക്ഷത്രങ്ങൾ കിങ്കു കൊടുത്തിലേ പൊന്നാര്യൻ കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി